അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വിവോ S2 എടുക്കാൻ പ്ലാൻ ഉണ്ടോ? എടുക്കാൻ ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മളെ ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം എടുക്കാറ്. ഫുൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആരും വിവോ S2 എടുക്കുമെന്ന് തോന്നില്ല. വിവോ S2 വിവോ T5 Pro എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിവോ S2നെ പറ്റി പറയാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു നല്ല ഡിസ്പ്ലേ ഉണ്ട്, ഒരു കിടിലം ബാറ്ററി ഉണ്ട്. ഇത് രണ്ടും മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവോ S2 എടുക്കാം. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കാണാം. വിവോ S2നെ കാട്ടി ഒരു 1000 രൂപ, ലിറ്ററലി ഒരു 1000 രൂപയുടെ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡബിൾ സ്പെക്ക് വരണ ഫോണ് ജൂലൈയിൽ ലോഞ്ച് ചെയ്ത പല ഫോണും ഉണ്ട്. ഫോൺ നിങ്ങൾക്ക് എടുക്കാം. വെറും 1000 രൂപ കൂടെ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡബിൾ സ്പെക്കുള്ള ഫോണാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ക്യാമറ സെറ്റപ്പ് ആണെങ്കിലും പ്രൊസസ്സർ ആണെങ്കിലും ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും അത്യാവശ്യം കിടില ഫോൺ, ഓൾട്ടർനേറ്റീവിൽ കിടില ഫോൺ വേറെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ ഓപ്പോ എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോയുടെ ഫുൾ ലിങ്ക് നിങ്ങൾക്ക് മെസ്സേജിൽ അയച്ചു തരും. അപ്പോൾ ഓപ്പോ എന്ന് കമൻറ്റ് ചെയ്യണമെന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിൻ്റെ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫോൺ ഓപ്പോ ഒരു ഫോണാണ്. ഈ ഒരു മാസം മുന്നേ ജൂലൈയിൽ റിലീസ് ചെയ്തൊരു ഫോണാണ്. അപ്പോൾ വിവോ S2 എടുക്കാനോ വിവോ T5 എടുക്കാനോ അല്ലെങ്കിൽ 40,000 45,000 ബഡ്ജറ്റിൽ ഒരു ഫോൺ എടുക്കാനോ പ്ലാൻ ഉള്ളവർ ഈ വീഡിയോ ഉറപ്പായിട്ടും കാണുക. കണ്ടതിന് ശേഷം മാത്രം എടുക്കുക. ഒരു കിടിലം ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫോണാണ് നമ്മളെ ഓപ്പോ ഒരു ഫോണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ കാണാം. വീഡിയോയുടെ ലിങ്കിനായിട്ട് നേരത്തെ പറയാലോ, ഇൻസ്റ്റാഗ്രാമിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണണമെങ്കിൽ ഓപ്പോ എന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലിങ്ക് വരും. അതേസമയം നിങ്ങൾ യൂട്യൂബ് ഷോർട്സിൽ കാണണമെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, താഴെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫുൾ വീഡിയോയിൽ പോകും എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ആഴ്ച അടുത്തൊരു വീഡിയോയിൽ കാണാം. ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം കറക്റ്റ് ആലോചിച്ചിട്ട് മാത്രമേ ഒരു ഫോൺ എടുക്കാറ്. വിവോ S2 മാക്സിമം എടുക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും